മാനസികമായി പ്രയാസവും പിരിമുറുക്കവും അനുഭവിക്കുന്ന ചില വ്യക്തികളെ നോക്കിയിട്ട് കർത്താവിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടാണ്. ഒരു ഗോലിയാത്തുണ്ട് എങ്കിൽ ഒരു ദാവീദുണ്ട്. ഒരു പരാജയം, ഒരു ശത്രു നിനക്കെതിരായിട്ടുണ്ട് എങ്കിൽ ആ ശത്രുവിനെ നിഗ്രഹിക്കുവാൻ ഒരു അഭിഷിക്തനും ഉണ്ടെന്നുള്ളത് മറക്കരുത്. ഒരു തോൽവി നിനക്കുണ്ട് എങ്കിൽ വിജയിപ്പിക്കുവാൻ ഒരു ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട്. സാമ്പത്തികമായി തകർന്നിരിക്കുന്നു, മാനസികമായി ശാരീരികമായി തകർന്നിരിക്കുന്നുവോ, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിന്നെ വല്ലാണ്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുവോ, ഗോലിയാത്ത് നിനക്ക് വിപരീതമായിട്ട് ആക്രോശിക്കുന്നുവെങ്കിൽ ഒരു ദാവീദ് ഏലാ താഴ്വരയിലേക്ക് നിനക്ക് അനുകൂലമായി പുറപ്പെട്ടിട്ടുണ്ട്. നിന്റെ ശത്രുവിനെ ഒതുക്കിക്കളയുവാൻ, നിന്റെ ശത്രുവിനെ നശിപ്പിക്കുവാൻ, നിന്റെ ശത്രുവിനെ തകർത്ത് കളയുവാൻ ഇത് അഭിഷേകം പ്രാപിച്ച ഒരു ഭക്തൻ ഇതാ ഇറങ്ങി വരുന്നുണ്ട്. നിനക്കെതിരായിട്ടൊരു ഹാമാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഒരു എസ്തേറിനെ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഒരു ആഹാബ് നിനക്കെതിരായിട്ടുണ്ടെങ്കിൽ ഒരു ഏലിയാവിനെ ദൈവം നിനക്ക് വേണ്ടിയിട്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രതിസന്ധികളിൽ നീ പട്ടുപോകത്തില്ല. ആ പ്രതിസന്ധികളിൽ നിന്നെ ജയിപ്പിക്കുവാൻ ദൈവം ചില അഭിഷിക്തന്മാരെ വേർതിരിച്ചിരിക്കുന്നു. യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, അഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം. കർത്താവിനെ സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടും പിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടും പിതാ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനേ നിന്മക്കൾ കൂടിടുമ്പോ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനേ നിന്മക്കൾ കൂടിടുമ്പോ മധ്യവന്നനുഗ്രഹം ചെയ്തിടാമെന്നുര, മധ്യവന്നനുഗ്രഹം ചെയ്തിടാമെന്നുര. ചെയ്തവൻ നീ മാത്രമേ അങ്ങേ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. അഭിഷേകത്തിന്റെ പകർച്ച ചെയ്തവൻ നീ മാത്രമേ അങ്ങേ ആത്മാവിൽ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടും പിതാ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടും. അഭിഷേകത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി ദൈവസഭയുടെ മേൽ പകരുകയാണിപ്പോ. ആരാധനയ്ക്കു യോഗ്യനെ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടും പിതാ. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, മറ്റോകങ്ങൾ പൂർണ്ണമായി തീർന്നിടട്ടെ. കെട്ടുകൾ അഴിഞ്ഞിടട്ടെ, മറ്റോകങ്ങൾ പൂർണ്ണമായി തീർന്നിടട്ടെ. പാപത്തിൻ ശങ്കല പൊട്ടിച്ചെറിഞ്ഞതാ, പാപത്തിൻ ശങ്കല പൊട്ടിച്ചെറിഞ്ഞതാ. ഞാൻ നിന്നെ ആരാധിക്കും ആത്മാ
ദൈവത്തിൻ്റെ സാന്നിധ്യം ചർച്ചിനകത്ത് നിറഞ്ഞു നിൽക്കപ്പെടുകയാണ്. ചില ഫറവോന്യ ശക്തികളെ പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ചില കുടുംബങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഫറവോൻ ചില മന്ത്രവാദികളുടെ സഹായത്തോടെ ദേശത്തെ അടക്കി വാണതുപോലെ ചില മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ച് ചില കുടുംബങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ചില ഫറവോന്യ ബന്ധനങ്ങൾ, ചില ഫറവോന്യ ശക്തികൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ആ ബന്ധന ശക്തികളിൽ നിന്ന്, ആ കുരുക്കുകളിൽ നിന്ന്, അവൻ കുരുക്കിയിട്ടിരിക്കുന്ന കുരുക്കുകളിൽ നിന്ന്, അവൻ അയച്ചിരിക്കുന്ന ബാധകളിൽ നിന്ന് ചില കുടുംബങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം ചില മോശമാരെ ഈ കൂട്ടത്തിൽ ഇപ്പോൾ അഭിഷേകം ചെയ്യുന്ന സമയം. ചിലരുടെ ഭവനത്തിനകത്ത് തന്നെ മോശയുടെ മേൽ വ്യാപരിച്ച ആത്മപകർച്ച ഇപ്പോൾ സംഭവിക്കുന്നു. യെസ്, ചില ഫറവോന്യ കൂടുകളെ തകർക്കുവാൻ, ചില ഫറവോന്യ ബന്ധനങ്ങളെ അഴിക്കുവാനുള്ള അഭിഷേകത്തിന്റെ ശക്തിയെ പിടിച്ചെടുത്തോ. നീ തിരികെ ചെന്ന് കാൽ ചവിട്ടുമ്പോൾ തന്നെ ചില ബാധകൾ തകർന്നു വീഴത്തക്ക വിധത്തിലുള്ള ഒരാത്മ പകർച്ച ദൈവസഭയുടെ മേൽ പരിശുദ്ധാത്മാവ് പകരുകയാണ്. യെസ് യെസ്, we fall. Zigambalandure zeltari gaba sigatana churaba waida barabalabalaregale zakhararagale samderegale satterigaba chaudabarabalaga delgale യേശുവിന്റെ നാമത്തിൽ 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 റുഖബാലഗലം ദുരം zelkhane ragana bachaude birigana saktanam duren zelkhane ചില ശരീരങ്ങളിലേക്ക് മാനസാന്തരങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചില യൗവനക്കാരുടെ ഹൃദയത്തിനകത്തേക്ക് ആമേൻ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം ഒരിക്കൽ കൂടി ഉറപ്പിക്കത്തക്ക വിധത്തില് ചില യൗവനക്കാരിലേക്ക് വലിയൊരു മാനസാന്തരം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് കാണുകയാണ്. ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെടുകയാ. ദൈവാത്മാവ് നിന്നോട് ചിലത് സംസാരിക്കുകയാ. ദൈവാത്മാവ് ചില പാപ സ്വഭാവങ്ങളെ മാറ്റി, ദൈവാത്മാവ് ചിലർക്ക് പാപം ക്ഷമിച്ചു കൊടുത്ത് ദൈവം ചിലതിനെ വേർതിരിക്കുന്ന സമയം. യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ അസമാധാനങ്ങളെ ദൈവം മാറ്റിക്കൊണ്ട് ദൈവിക സമാധാനം ചില വെല്ലുവിളികളുടെ മധ്യത്തിൽ, ചില മാനുഷിക ശാപങ്ങളുടെ മധ്യത്തിൽ പതറി നിൽക്കുന്ന ചിലരുണ്ട്. ചില മാനുഷിക ശാപങ്ങളിൽ പതറി നിൽക്കുന്ന ചിലരുണ്ട്. നിന്റെ മുഖത്ത് നോക്കി ചിലത് കൽപ്പിച്ച്, ചിലത് മുഖത്ത് നോക്കി ചിലത് കൽപ്പിച്ച്. ചില വെല്ലുവിളികളുടെ നേരിടുന്ന ദൈവസഭ, ചില മാനുഷിക വെല്ലുവിളികള് ആത്മീകരെന്ന് പറയുന്നവർ തന്നെ നിന്നെ ഭീഷണിപ്പെടുത്തി നിൽക്കുമ്പോ, ഹെരോദാവേ, നിന്റെ ഭീഷണിക്ക് അപ്പുറത്ത് ഒരു യോഹന്നാൻ ശ്രാപകന്റെ മേൽ ഒരു അഭിഷേകമുണ്ടായിരുന്നു. ആകയാൽ ഇന്ന് പകൽ സമയം ചില ഭീഷണികളെ തകർക്കുവാൻ നാസറത്തിൽ നിന്ന് ഒരു യേശു പുറപ്പെട്ടിട്ടുണ്ട്. ആ കുറുക്കനോട് ചെന്ന് പറ, ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ പ്രസംഗിക്കും. വെല്ലുവിളികൾ വെട്ടേറ്റ് വീഴുന്നു, വെല്ലുവിളികൾ നിർമൂലമാകുന്നു, ശാപശക്തികൾ അഴിഞ്ഞു മാറുന്നു. മാനുഷിക പൈശാചിക ശാപങ്ങൾ ദൈവം ചിലതിനെ സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ചിലതിനെ സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ചിലതിനെ സ്വതന്ത്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ധീരം ദൽബനം ദലം ദലം ദിനദൂര ജലമാരഗനവൽ ഭൗതികതഗത ശക്തര ദൂരഗത സത്താര ബലവൽ ഭൗതികത ശക്തര ജലം സൽക്കനെ ജൽഘാബനം ബൽദീരദേരഗത സഗനദരാരദരീഗദാജനം ദൽ ഗൗഡബരഗബദീരഗന സകൽഗാനി ജൽഘാനഗന ഗൗഢികര സിഗന്ധനംശം. തിരക്ക് നിമിത്തം, ശുശ്രൂഷ നിമിത്തം, ഉത്തരവാദിത്തങ്ങൾ നിമിത്തം പലപ്പോഴും ഞെരിവിരി കൊള്ളുന്ന ചില വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ട്. യേശുവിന്റെ നാമനിമിത്തം നിന്ദകൾ അനുഭവിക്കുന്ന, ദൈവവിശ്വാസ നിമിത്തം പരിഹാസങ്ങൾ അനുഭവിക്കുന്ന, ശുശ്രൂഷ നിമിത്തം പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികളെ നോക്കി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് കുറേനക്കാരനായിരിക്കുന്ന ശീമോൻ അതിരാവിലെ വയലിലേക്ക് കടന്നുപോയി. തൻ്റെ ജോലിയെല്ലാം തീർത്ത് തൻ്റെ കുടുംബത്തിലേക്ക് താൻ വളരെ വേഗത്തിൽ ഓടുകയായിരുന്നു. തൻ്റെ കുട്ടികളെ ട്യൂഷന് കൊണ്ടാക്കാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു കൊടുക്കാൻ, തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എടുക്കുവാൻ സൂര്യനുദിക്കുന്നതിന് മുമ്പേ വയലിലേക്ക് കടന്നുപോയി. ജോലി കഴിഞ്ഞ് അവൻ തിരിച്ചു വന്നപ്പോൾ പ്രഭാതത്തിൽ ക്രൂശീകരണത്തിന് തൊട്ടു മുൻപുള്ള സമയം. ആ പ്രഭാതത്തിൽ പടയാളികൾ നിർബന്ധിച്ച് അവനെ കൊണ്ട് ക്രൂശ് ചുമപ്പിച്ചു. ഒരു ഭാഗത്തിൻ്റെ വീട്, ഒരു ഭാഗത്തിൻ്റെ മക്കള്, ഒരു ഭാഗത്ത് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ. പക്ഷെ ഇപ്പോൾ ഞാൻ ക്രൂശ് ചുമക്കുകയാണ്. എങ്കിലും അവൻ സന്തോഷത്തോടെ ക്രൂശ് ചുമന്നു. അവൻ സന്തോഷത്തോടെ ഇതെന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞവൻ ചുമന്നു. ബൈബിൾ വിളിച്ചു പറയുന്നു, അവന്റെ രണ്ട് മക്കളും വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടു. ഒരുവൻ ഗവർണറായി തീർന്നു, ഒരുവൻ മഹാപുരോഹിതനായി തീർന്നു. ഒരപ്പൻ വിശ്രമമില്ലാതെ
തന്റെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് കർത്താവിന്റെ ക്രൂശ് ചുമന്നപ്പോ, കർത്താവ് കൊടുത്ത ക്രൂശിനെ ചുമന്നപ്പോൾ തലമുറകളുടെ മേലൊരു അനുഗ്രഹം വന്നുവെങ്കിൽ ചില കഷ്ടതകൾ മനഃപൂർവ്വം ചുമക്കുന്ന, ചില വേദനകൾ മനഃപൂർവ്വം ചുമക്കുന്ന, ചില ഉത്തരവാദിത്വങ്ങൾ വളരെ റിസ്ക് എടുത്ത് ചെയ്യുന്ന ചില വോളണ്ടിയേഴ്സിനെ നോക്കി, ചില ശുശ്രൂഷകന്മാരെ നോക്കി, ചില പ്രവർത്തകരെ നോക്കി ദൈവാത്മാവ് പറയുന്നു, തലമുറകളുടെ മേലൊരു വലിയ അനുഗ്രഹം പകരുകയാണ്. ഈ ക്രൂശ് സന്തോഷത്തോടെ ചുമക്ക്, ഈ കഷ്ടതയെ സന്തോഷത്തോടെ ചുമക്ക്. നിന്റെ കുടുംബത്തിൽ നിനക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ, നിന്റെ കുടുംബത്തിൽ പലപ്പോഴും നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ, യേശു നിന്റെ ചുമലിൽ വെച്ച കുരിശിനെ നീ ചുമക്കുന്നുവെങ്കിൽ, യേശു നിന്റെ ചുമലിൽ വെച്ച ഉത്തരവാദിത്തത്തെ നീ ചെയ്യുന്നു എങ്കിൽ, നിന്റെ തലമുറകളെ അവൻ ചുമക്കുകയാണ്. നിന്റെ തലമുറകളെ അവൻ ചുമക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചില മനസ്സുകളെ തഴുകുകയാണ്. അപ്സെറ്റ് ആയിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുകയാണ്, ബലം കൊടുക്കുകയാണ്, ഉറപ്പിക്കുകയാണ്. നിന്റെ മാനസികാവസ്ഥ അറിയുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ സ്ഥിതിഗതികൾ അറിയുന്ന ഒരു യേശു ഇവിടെ വന്നിട്ടുണ്ട്. ആ യേശു കർത്താവ് നിന്നെ വ്യക്തമായി അറിയുന്നു.